കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമില്ല. തിങ്കളാഴ്ച രേഖപ്പെടുത്തിയ 53,360 രൂപയിലാണ് ഇന്നും ഒരു പവൻ വ്യാപാരം നടക്കുന്നത്. ഗ്രാമിന് വില 6,670 രൂപയും. തിങ്കളാഴ്ച പവന് 200 രൂപയും ഗ്രാമിന് 25 രൂപയും കുറഞ്ഞാണ് ഈ വിലയിൽ എത്തിയത്. ഓഗസ്റ്റ് 29-ന് മാസത്തിലെ ഉയർന്ന നിലവാരത്തിലെത്തിയ ശേഷം തുടർച്ചയായി മൂന്നാം ദിവസമാണ് സ്വർണ്ണവില കുറഞ്ഞത്. US ഡോളറും ട്രഷറി ബോണ്ട് ഈൽഡും കരുത്താർജിച്ചതോടെ രാജ്യാന്തര വില താഴേക്ക് പോയതാണ് കേരളത്തിലെ സ്വർണ്ണവിലയെ മാറ്റമില്ലാതെ നിർത്തിയത്. അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കലിന്റെ തോത് എത്രത്തോളം ഉണ്ടാകുമെന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സമീപഭാവിയിൽ സ്വർണ്ണവിലയിൽ ചലനമുണ്ടാവുക. അതിനായി വെള്ളിയാഴ്ച പുറത്തുവരുന്ന റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് നിക്ഷേപകർ. സെപ്റ്റംബർ 17-18-നാണ് ഫെഡറൽ റിസർവിന്റെ പണ അവലോകന യോഗം ചേരുന്നത്. ഓഗസ്റ്റിലെ പണപ്പെരുപ്പത്തിൽ നേരിയ മുന്നേറ്റമുണ്ടായതിനാൽ പലിശ നിരക്ക് കുറയ്ക്കലുണ്ടാകുമോ എന്നാണ് വിപണി ഉറ്റുനോക്കുന്നത്. തുടർച്ചയായ 3 ദിവസമായി താഴേക്ക് പോകുന്ന സ്വർണ്ണവില നിലവിൽ 2,500 നിലവാരത്തിന് താഴെയാണ്. സ്വർണ്ണവില $2,480 താഴേക്ക് പതിച്ചാൽ $2,464 വരെ പോകാനുള്ള സാധ്യതയാണ് വിദഗ്ധർ കാണുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിലും സമാനമായി വില കുറയും. പ്രതിദിന ക്ലോസിംഗിൽ $2,500 നിലവാരത്തിന് മുകളിലെത്തിയാൽ $2,532 എന്ന നേരത്തെയുള്ള സർവകാല റെക്കോർഡിലേക്ക് സ്വർണ്ണവില മുന്നേറും. അമേരിക്കയിൽ നിന്ന് പുറത്തുവരുന്ന സൂചനകൾ അടിസ്ഥാനമായിരിക്കും ഈ മുന്നേറ്റങ്ങൾ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.